ഒരിടത്ത് വായിച്ചതിങ്ങനെ: മെനി ക്രിസ്ത്യൻസ് ഗ്രോ അപ്പ് ഇൻ ചർച്ച് ബട്ട് നെവർ ഗ്രോ ഇൻ ക്രൈസ്റ്റ്. ദേ നോ ദി ഹിംസ് ബട്ട് ഡോണ്ട് നോ ഹിം. പല ക്രിസ്ത്യാനികളും സഭയിൽ വളരുന്നു, പക്ഷെ ഒരിക്കലും ക്രിസ്തുവിൽ വളരുന്നില്ല. അവർക്ക് കീർത്തനങ്ങൾ അറിയാം, പക്ഷേ അവനെ അറിയില്ല. നോയിങ് ക്രൈസ്റ്റ് ആൻഡ് ഗ്രോ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിൽ വളരുക, ഇവ രണ്ടും ക്രിസ്തീയ തത്വങ്ങളിലെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവർ ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട്. എന്നാൽ ക്രിസ്തു വ്യക്തിപരമായി ഓരോരുത്തർക്കും ആരാണ് എന്നറിഞ്ഞിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. വ്യക്തിപരമായി ക്രിസ്തു നമുക്കാരാണ്? ക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തു? ക്രിസ്തുവിൽ കൂടി നാം ആരായി തീർന്നു എന്നുള്ള അറിവ് സർവപ്രധാനമാണ്. അങ്ങനെ യഥാർത്ഥമായും വ്യക്തിപരമായും ക്രിസ്തുവിനെ അറിഞ്ഞവർ ക്രിസ്തുവിൽ വളരുവാൻ ആരംഭിക്കും. ക്രിസ്തുവിൽ വളരുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെ കഴിയും? നമ്മുടെ പെരുമാറ്റം മെച്ചപ്പെടുത്തിയതുകൊണ്ടോ, ബൈബിൾ ജ്ഞാനം വർദ്ധിപ്പിച്ചതുകൊണ്ടോ, ദാനധർമ്മങ്ങൾ കൂട്ടിയതുകൊണ്ടോ, പള്ളി ആരാധനകളിൽ മുടങ്ങാതെ പോകുന്നതുകൊണ്ടോ ക്രിസ്തുവിൽ വളരുവാൻ കഴിയുകയില്ല. കൊരിന്ത്യ സഭ ജ്ഞാനമുള്ളവരായിരുന്നു, ദാനങ്ങൾ കൊടുക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അവരെ നോക്കി പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിൽ ശിശുക്കൾ എന്നാണ്. ചുരുക്കത്തിൽ, നാം ബാഹ്യമായി ചെയ്യുന്ന ഒരു കാര്യവും ക്രിസ്തുവിൽ വളരുവാൻ ഇടയാക്കുന്നില്ല. പകരം ക്രിസ്തുവിൽ വളരാനുള്ള ആദ്യ മാർഗം ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നതത്രേ. വീണ്ടെടുക്കപ്പെട്ട നമ്മിൽ എല്ലാവരിലും ഒരു അത്ഭുത വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, ക്രിസ്തു തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ ക്രിസ്തുവുമായി ഇടപഴകുന്നതിന് സ്നേഹമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ ഒരു പ്രണയ കഥയാണ്. കർത്താവായ യേശുവുമായുള്ള ഒരു പ്രണയ ബന്ധം നാം വീണ്ടെടുക്കപ്പെട്ട നാളിൽ ആരംഭിച്ചു കഴിഞ്ഞു. നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം സ്തുതി ഗീതങ്ങളിലൂടെയും അവനെ അറിയിക്കുവാൻ നമുക്ക് കഴിയും. മറ്റെല്ലാറ്റിനേക്കാളും ഉപരി കർത്താവിനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. അന്ന് യേശു കർത്താവ് പത്രോസിനോട് ചോദിച്ച ചോദ്യം ഇന്ന് നമ്മോടും ചോദിക്കുന്നു: നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ക്രിസ്തുവിൽ വളരാനുള്ള രണ്ടാമത്തെ മാർഗം ഏറ്റുപറച്ചിലാണ്. നാം കർത്താവിനോടുള്ള സ്നേഹം ആസ്വദിക്കുമ്പോൾ അവനിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്ന കാര്യങ്ങൾ നാം ഏറ്റുപറയേണ്ടതുണ്ട്. നാം കർത്താവിനെ എത്രയധികം സ്നേഹിക്കുന്നുവോ അത്രയധികം നമ്മുടെ പരാജയങ്ങളും കുറവുകളും ബലഹീനതകളും തെറ്റുകളും നാം മനസ്സിലാക്കുന്നു. അവയെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ക്രിസ്തുവിൽ വളരാനുള്ള മൂന്നാമത്തെ മാർഗം അവനിൽ വസിക്കുക എന്നതാണ്. യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഡിയർ ഫ്രണ്ട്സ്, വിതൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.